السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവറുകൾ, മറ്റു എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉളയൂർ സുന്ന വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് അറബി എന്ന പരിപാടിയിലാണ്. ഇവിടെ എൻ്റെ മുമ്പിൽ അർപ്പിതമാക്കപ്പെട്ട വിഷയം സ്വലാത്തിലൂടെ തിരുനബിയിലൂടെ സ്വർഗത്തിലേക്ക് എന്നതാണ്. അതിനെക്കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വല്ല ഒരുത്തനും മറവി സംഭവിക്കുമെന്ന് ഭയന്നാൽ അവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, അവന് മറവി സംഭവിക്കുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ എന്നെ കാണാൻ കഴിയാത്തവർ നശിച്ചവരാണ്. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ നബിയേ, തങ്ങളെ ഖിയാമത്ത് നാളിൽ കാണാൻ കഴിയാത്തവർ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശുക്കന്മാർ. വീണ്ടും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദ്യം തുടരുകയാണ്, നബിയേ, ആരാണ് പിശുക്കന്മാർ എന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കന്മാർ. ഇബ്നു മദ്ഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്, ആരെങ്കിലും എന്റെ മേൽ 100 സ്വലാത്തിനെ പതിവാക്കിയാൽ അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടി കൊടുക്കുന്നതാണ്. അതിൽ 70 ആവശ്യം അവന്റെ ആഖിറത്തിലെയും ബാക്കി 30 ആവശ്യം അവന്റെ ദുനിയാവിലെയും അല്ലാഹു തആല വീട്ടി കൊടുക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? മഹാനവറുകളുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഹസൻ എന്നവരെ, എന്റെ മകൾ മരിച്ചു പോയിട്ടുണ്ട്, എനിക്ക് അവളെ ഒരു വട്ടമെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ ദർശിക്കണം. അപ്പോൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ 4 റക്അത്ത് നിസ്കരിക്കുക, ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം തകാസുർ എന്ന സൂറത്ത് ഓതുക, ശേഷം നിനക്ക് ഉറക്കം വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. ആ സ്ത്രീ അപ്രകാരം ചെയ്തപ്പോൾ മകളെ സ്വപ്നത്തിൽ ദർശിച്ചു. മകൾ വളരെ ഭീതിതമായ അവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈകൾ രണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു, കാലുകൾ രണ്ടും തീനാളുള്ള ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, താർനാലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. ഈ രംഗം കണ്ട് ആ സ്ത്രീ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. പടച്ചവനെ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്റെ മകൾ ഈ രൂപത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? ഉടനെ തന്നെ ആ സ്ത്രീ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിവരം പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, നീ നിന്റെ മകളുടെ മേൽ ധാരാളം ധർമ്മം ചെയ്യുക, അല്ലാഹു സ്വീകരിച്ചേക്കാം. അന്ന് രാത്രി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. സ്വർഗീയ കിരീടമണിഞ്ഞ് സ്വർഗീയ ആരാമത്തിൽ സുന്ദരിയായ ഒരു പെണ്ണ്. അവൾ ചോദിച്ചു, അല്ലയോ ഹസൻ എന്നവരെ, താങ്കൾ എന്നെ അറിയുമോ? താങ്കൾ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ച ആ സ്ത്രീയുടെ മകളാണ് ഞാൻ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ഈ അവസ്ഥയിലായിരുന്നില്ലല്ലോ. അവൾ പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഞാൻ മാത്രമല്ല 70,000 ആളുകൾ ഈ രൂപത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ കബറിനരികിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ കടന്നു ചെന്നത്. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലി. അത് ഞങ്ങൾക്ക് ഹദിയ ചെയ്തു, അത് അല്ലാഹു സ്വീകരിച്ചു. അക്കാരണത്താൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ശിക്ഷയിൽ നിന്ന് മോചിതരാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്തതും പ്രതിഫലം ഉറപ്പുള്ളതുമായ ഒരു കർമ്മമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുക. അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആവസ്യത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.